മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെ വാർത്ത സൃഷ്ടിച്ചിട്ടുള്ള ആ മാപ്രയാണ് ഈ കാണുന്നത്. മിഥുൻ കുര്യാക്കോസ് മുഖ്യമന്ത്രിയുടെ മകന് 2023 ED നോട്ടീസ് അയച്ചു. അതിൽ ആദ്യ ദിവസം ഇവന്റെ വാർത്ത ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ്. അത് പൊളിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം അവന്റെ വാർത്ത ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള വ്യക്തിയല്ല. ആർക്കെതിരെ എന്ത് തെമ്മാടുത്തവും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എഴുതാനുള്ള അധികാരവും ഇല്ല. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന മിഥുൻ കുര്യാക്കോസിനെ പോലുള്ളവരെ ചെയ്യേണ്ട ഒരു കാര്യം, മിഥുൻ കുര്യാക്കോസിനും അയാളുടെ പ്രായം വെച്ചിട്ട് ചിലപ്പോ മക്കളുണ്ടാകും, അത് മകളോ മകനോ ആയിക്കോളും. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് അച്ഛൻ കോടികൾ മനോരമയിലൂടെ കൂലിയെഴുത്ത് നടത്തി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയാണ് തീറ്റിപ്പോറ്റിയത് എന്ന നിലയിലേക്ക് എഴുതി പ്രചരിപ്പിക്കുകയല്ലേ വേണ്ടത്? സ്വാഭാവികമായി ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ചിലർ പർച്ചേസ് ചെയ്യുമ്പോൾ മടി നിറച്ച് മാമൻ മാപ്പിള കൊടുക്കുന്നതിന് പുറമെ രാഷ്ട്രീയക്കാർ കൊടുക്കുന്നത് കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം അതിൽ നിന്നൊരു വിഹിതമെടുത്ത് മക്കൾക്ക് തിന്നാൻ കൊടുത്തതിന് ശേഷം ആർക്കെതിരെയും എന്ത് അന്തസ്സില്ലായ്മ എഴുതി വിടുന്നതാണോ മാധ്യമ പ്രവർത്തനം?